Dear students, today we are discussing about the meaning and definition of research and also features of research. First, we will discuss about the meaning of research. What is mean by a research? എന്താണ് research എന്നുള്ളത് കൊണ്ട് mean ചെയ്യുന്നത്? It is a systematic method of finding solution to problem. ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ കണ്ടെത്താനുള്ള ഒരു സിസ്റ്റമാറ്റിക് മെത്തേഡ് ആണ് എന്ത് റിസർച്ച് എന്ന് പറയുന്നത്. അഥവാ സെർച്ച് ഫോർ നോളജ് ഓർ ഫാക്ട്. എന്തെങ്കിലും ഒരു നോളജ് കണ്ടെത്തുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫാക്ട് സെർച്ച് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത് റിസർച്ച് എന്ന് പറയുന്നത്. റിസർച്ച് എന്ന് പറയുന്ന വേർഡിൽ തന്നെ രണ്ട് ടേമുകളുണ്ട്. റീസെർച്ച് എന്താണ് വീണ്ടും സെർച്ച് ചെയ്യുക എന്നുള്ളത്. സിമ്പിൾ വേർഡ്, ഇറ്റ് ഈസ് എ സെർച്ച് ആൻഡ് സെർച്ച് അഗെയിൻ. വീണ്ടും വീണ്ടും സെർച്ച് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത് റിസർച്ച് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇറ്റ് ഈസ് എ സയന്റിഫിക് എക്സാമിനേഷൻ ഫോർ സെർച്ചിങ് ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ ഓൺ എ സ്പെസിഫിക് ടോപ്പിക്. നിലവിലുള്ള ഒരു സ്പെസിഫിക് ടോപ്പിക്കിനെ കുറിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ സെർച്ച് ചെയ്യാനുള്ള ഒരു സയന്റിഫിക് എക്സാമിനേഷൻ, ഒരു ശാസ്ത്രീയപരമായിട്ടുള്ള എക്സാമിനേഷൻ ആണ് എന്ത് റിസർച്ച് എന്ന് പറയുന്നത്. നമുക്കറിയാം പല മേഖലകളിലും എന്ത് ചെയ്യാറുണ്ട് റിസർച്ച് കണ്ടക്ട് ചെയ്യാറുണ്ട്. ടെക്നോളജിക്കൽ മേഖലയിൽ പൊതുവെ എന്ത് ചെയ്യാറുണ്ട് നിരന്തരം റിസർച്ചുകൾ നടക്കുന്ന ഒരു മേഖലയാണ് ടെക്നോളജിക്കൽ ഫീൽഡ്. നമുക്കറിയാം മൊബൈലിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം കീപാഡ് മൊബൈലുകളായിരുന്നു ഉണ്ടായിരുന്നത്, അല്ലെ? നമ്മളൊക്കെ ഉപയോഗിച്ചിരുന്നു കീപാഡ് മൊബൈലുകൾ. എന്നാൽ ഇന്ന് അത് എന്തിലേക്ക് എത്തി? സ്മാർട്ട് ഫോണുകളിലേക്ക് എത്തി. ടച്ച് സ്ക്രീൻ അടക്കമുള്ള സ്ലിം ഫോണുകളിലേക്ക് എന്ത് ചെയ്തു നമ്മൾ എത്തി. അതൊക്കെ എന്താണ് സെർച്ചിങ്ങിന്റെ ഭാഗമായിട്ട് വന്നതാണ്, അല്ലെ? ആദ്യമുള്ള കീപാഡ് മൊബൈലിൽ നിന്ന് നിലവിലുള്ള മൊബൈലിൽ നിന്ന് വീണ്ടും സ്മാർട്ട് ഫോണിലേക്ക് എന്ത് ചെയ്തു സെർച്ച് ചെയ്ത് ഇൻഫർമേഷനും കാര്യങ്ങളും കണ്ടെത്തി എന്ത് ചെയ്തു ഇന്ന് സ്മാർട്ട് ഫോൺ ലെവലിലേക്ക് എന്ത് ചെയ്തു മൊബൈൽ സംവിധാനം എത്തി. അപ്പം അത്തരത്തിൽ എല്ലാ മേഖലകളിലും എന്ത് ചെയ്യുന്നുണ്ട് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് സെർച്ച് ആൻഡ് സെർച്ച് അഗെയിൻ ഓർ സെർച്ച് ഫോർ നോളേജ് സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ വീണ്ടും വീണ്ടും എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടെത്തുക. അതിനൊക്കെയാണ് എന്ത് പറയുന്നത് റിസർച്ച് എന്ന് പറയുന്നത്. Then definition of research. റിസർച്ചിന് പല ആളുകളും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു 3 ഡെഫിനിഷൻസുകളാണ് നമ്മൾ ഇവിടെ പരിചയപ്പെടുന്നത്. ഒന്നാമത്തത് അക്കോർഡിംഗ് ടു റോബർട്ട് റോസ്, റിസർച്ച് ഈസ് എസെൻഷ്യലി ആൻ ഇൻവെസ്റ്റിഗേഷൻ, എ റെക്കോർഡിംഗ് ആൻഡ് ആൻ അനാലിസിസ് ഓഫ് എവിഡൻസ് ഫോർ ദി പർപ്പസ് ഓഫ് ഗെയിനിങ് നോളജ്. റോബർട്ട് റോസ് റിസർച്ചിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് റിസർച്ച് ഈസ് എസെൻഷ്യലി ആൻ ഇൻവെസ്റ്റിഗേഷൻ, എ റെക്കോർഡിംഗ് ആൻഡ് അനാലിസിസ് ഓഫ് എവിഡൻസ് ഫോർ ദി പർപ്പസ് ഓഫ് ഗെയിനിങ് നോളജ്. നോളജ് കണ്ടെത്താനുള്ള പർപ്പസിന് വേണ്ടി എവിഡൻസുകളെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. എവിഡൻസുകളെ കുറിച്ച് എന്ത് ചെയ്യുക ഇൻവെസ്റ്റിഗേഷൻ നടത്തുക, അന്വേഷണങ്ങൾ നടത്തുക. അതുപോലെ തന്നെ എവിഡൻസുകൾ റെക്കോർഡ് ചെയ്യുക, അതുപോലെ തന്നെ അനാലിസിസ് ചെയ്യുക. അതുമായി ബന്ധപ്പെട്ടുള്ളതാണ് റിസർച്ച് എന്ന് പറയുന്നത് എന്നാണ് ആര് പറഞ്ഞത് റോബർട്ട് റോസ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ പറയുന്നു ദി വെബ്സ്റ്റേഴ്സ് ഇന്റർനാഷണൽ ഡിക്ഷണറി ഡിഫൈൻ റിസർച്ച് ആസ് എ കെയർഫുൾ ക്രിട്ടിക്കൽ എൻക്വയറി ഓർ എക്സാമിനേഷൻ ഇൻ സീക്കിംഗ് ഫാക്ട്സ് ഓർ പ്രിൻസിപ്പിൾസ്, diligent investigation in order to ascertain something. വെബ്സ്റ്റേഴ്സ് ഇന്റർനാഷണൽ ഡിക്ഷണറി റിസർച്ചിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്താണ് എ കെയർഫുൾ ക്രിട്ടിക്കൽ എൻക്വയറി ഓർ എക്സാമിനേഷൻ ഇൻ സീക്കിംഗ് ഫാക്ട്സ് ഓർ പ്രിൻസിപ്പിൾസ്. പ്രിൻസിപ്പിൾസുകൾ അല്ലെങ്കിൽ ഫാക്റ്റുകൾ കണ്ടെത്താനുള്ള ഒരു ക്രിട്ടിക്കൽ ആൻഡ് കെയർഫുൾ എൻക്വയറി, അല്ലെ? ഒരു ക്രിട്ടിക്കൽ ആൻഡ് കെയർഫുൾ അന്വേഷണം അല്ലെങ്കിൽ എക്സാമിനേഷൻ ആണ് എന്ത് റിസർച്ച് എന്ന് പറയുന്നത്. അടുത്തൊരു ഡെഫിനേഷൻ അക്കോർഡിംഗ് ടു ക്ലിഫോർഡ് വുഡി, റിസർച്ച് കംപ്രൈസസ് defining and redefining problems, formulating hypotheses or suggested solutions, collecting, organizing and evaluating data, making deductions and reaching conclusions, and at last carefully testing the conclusions to determine whether they fit in formulating hypothesis.
ക്ലിഫോർഡ് വുഡി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് റിസർച്ചിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? ഡിഫൈനിങ് ആൻഡ് റീഡിഫൈനിങ് പ്രോബ്ലം. ഒരു പ്രോബ്ലത്തെ കുറിച്ച് ഡിഫൈൻ ചെയ്യുക, അതുപോലെ തന്നെ റീഡിഫൈനിങ് ചെയ്യുക, അതുപോലെ ഫോർമുലേറ്റിംഗ് ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യുക, ഓർ സജസ്റ്റഡ് സൊല്യൂഷൻ, അതുപോലെ തന്നെ എന്ത് ചെയ്യുക? സൊല്യൂഷൻസ് സജസ്റ്റ് ചെയ്യുക. അതുപോലെ കളക്ടിങ്, ഓർഗനൈസിങ് ആൻഡ് ഇവാലുവേറ്റിംഗ് ഡാറ്റകൾ എന്ത് ചെയ്യണം? കളക്ട് ചെയ്യണം, ഓർഗനൈസ് ചെയ്യണം, ഇവാലുവേഷൻ നടത്തണം. മേക്കിംഗ് ഡിഡക്ഷൻ ആൻഡ് റീച്ചിങ് കൺക്ലൂഷൻ, എന്നിട്ട് അതിൽ നിന്നൊക്കെ ഡിഡക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ശരിയായിട്ടുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്തുകയും വേണം. ആൻഡ് അറ്റ് ലാസ്റ്റ് കെയർഫുള്ളി ടെസ്റ്റിംഗ് ദി കൺക്ലൂഷൻ. ലാസ്റ്റ് എന്ത് ചെയ്യണം? കൺക്ലൂഷൻ കെയർഫുൾ ആയിട്ട് ടെസ്റ്റ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഡിറ്റർമൈൻ വെദർ ദേ ഫിറ്റ് ഇൻ ഫോർമുലേറ്റിംഗ് ഹൈപ്പോത്തസിസ്. അത്തരത്തിൽ ആ കൺക്ലൂഷൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള ഹൈപ്പോത്തസിസിന് ഫിറ്റ് ആകുന്നുണ്ടോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുകയും വേണം. ഇതാണ് റിസർച്ച് എന്നാണ് ആര് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ക്ലിഫോർഡ് വുഡി ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഈ 3 ഡെഫിനേഷനിൽ ഏതെങ്കിലും ഒരു ഡെഫിനേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡെഫിനേഷൻ പഠിച്ചു വെക്കുക. Then features of research. എന്തൊക്കെയാണ് ഒരു റിസർച്ചിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? ഒന്നാമത് പറയുന്നു ഡിസ്കവറി ഓഫ് നോളേജ്. റിസർച്ച് എന്ന് പറയുന്നത് എന്താണ്? നോളേജുകൾ കണ്ടെത്തുന്ന പ്രോസസ്സിംഗ് ആണ് എന്ത്? റിസർച്ച് എന്ന് പറയുന്നത്. ഒരു റിസർച്ച് ചെയ്യുന്നത് എന്തിനായിരിക്കും? പുതിയൊരു നോളേജ് കണ്ടെത്താൻ, അല്ലെങ്കിൽ നിലവിലുള്ള ഒരു ഇൻഫർമേഷന്റെ ബേസിൽ നോളേജുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? റിസർച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒന്ന് ഡിസ്കവറി ഓഫ് നോളേജ് കണ്ടെത്തുക. രണ്ടാമത്തെ പറയുന്നു ഇറ്റ് ഈസ് എസെൻഷ്യലി ഇൻവെസ്റ്റിഗേഷൻ. എന്താണ്? ഇതിൽ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമാണ് അല്ലെ? റിസർച്ച് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ നിർബന്ധമായിട്ടും എന്ത് വേണം? ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമാണ് അല്ലെ? അന്വേഷണങ്ങൾ നടത്തണം. എന്നിട്ടാണ് എന്ത് ചെയ്യുക? ഇൻഫർമേഷൻസുകളും കാര്യങ്ങളും കണ്ടെത്തുക. മൂന്നാമത്തെ പറയുന്നു ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് സൊല്യൂഷൻ ഓഫ് എ പ്രോബ്ലം. ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ് റിസർച്ച്. അടുത്ത പറയുന്നു ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻ ഓർ എക്സ്പെരിമെന്റൽ എവിഡൻസ് അല്ലെ? റിസർച്ച് എന്തായിരിക്കും? റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ റിസർച്ചർ നല്ലോണം എന്ത് ചെയ്യാറുണ്ട്? ഒബ്സർവേഷൻ ചെയ്യാറുണ്ട് അല്ലെ? കാര്യങ്ങള് എന്ത് ചെയ്യാറുണ്ട്? ഇൻഫർമേഷനും കാര്യങ്ങളും ശരിയായ രൂപത്തിൽ ഒബ്സർവേഷൻ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എക്സ്പെരിമെന്റൽ എവിഡൻസ് അല്ലെ? എന്ത് ചെയ്യാറുണ്ട്? എവിഡൻസുകളൊക്കെ എക്സ്പെരിമെന്റ് ചെയ്യാറുണ്ട്. Then അടുത്ത പറയുന്നു ഇറ്റ് ഇൻവോൾവ് കളക്ഷൻ ഓഫ് ഡാറ്റ ഫ്രം പ്രൈമറി ആൻഡ് സെക്കൻഡറി സോഴ്സ്. ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ആ റിസർച്ചിന് വേണ്ടിയിട്ട് പ്രൈമറി ഡാറ്റകളും സെക്കൻഡറി ഡാറ്റകളും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കളക്ട് ചെയ്യാറുണ്ട്. പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാൻഡ് സോഴ്സ് ഓഫ് ഡാറ്റ അല്ലെ? നമ്മൾ സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞാൽ ഓൾറെഡി പബ്ലിഷ്ഡ് ഡാറ്റകളെയാണ് സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. അപ്പം അത്തരത്തിൽ പ്രൈമറി ഡാറ്റകളും സെക്കൻഡറി ഡാറ്റകളും എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ കളക്ട് ചെയ്യാറുണ്ട്. പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുന്നത് ത്രൂ ക്വസ്റ്റ്യനർ ആൻഡ് ഇന്റർവ്യൂ അല്ലെ? ഇന്റർവ്യൂ നടത്തിയിട്ടും ക്വസ്റ്റ്യൻ ചെയ്തിട്ടൊക്കെ എന്ത് ചെയ്യാം? പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാം. സെക്കൻഡറി ഡാറ്റ ഓൾറെഡി പബ്ലിഷ്ഡ് ജേർണൽസ്, ന്യൂസ് പേപ്പേഴ്സ് അതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് ഡാറ്റകൾ കളക്ട് ചെയ്യാം. അപ്പൊ റിസർച്ചിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇത്തരത്തിൽ ഡാറ്റ പ്രൈമറി ആയിട്ടും സെക്കൻഡറി ആയിട്ടും നമ്മൾ ഡാറ്റകൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ അടുത്തത് പറയുന്നു എക്സ്പെർട്ടൈസ് ഈസ് റിക്വയർഡ്. റിസർച്ച് കണ്ടക്ട് ചെയ്യണമെങ്കിൽ അതില് എക്സ്പേർട്ടുകളുടെ ആവശ്യമുണ്ട് അല്ലെ? കാരണം എന്താണ്? റിസർച്ച് ചെയ്യണമെങ്കിൽ അതിന് എന്ത് ചെയ്യണം? ശരിയായിട്ടുള്ള നല്ല സ്കില്ലും കാര്യങ്ങളും, എൻക്വയറി ചെയ്യാനും ഡാറ്റകളെ എൻക്വയറി ചെയ്യാനും ഗാദർ ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അനലൈസ് ചെയ്യാനും ഒക്കെ capable ആയിട്ടുള്ള ആളുകളായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? റിസർച്ച് കണ്ടക്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കണം റിസർച്ച് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ എക്സ്പെർട്ടൈസ് ഈസ് റിക്വയർഡ്. ഇത്തരത്തിൽ റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ എക്സ്പെർട്ടുകളുടെ ആവശ്യം ഉണ്ട്. Then next പറയുന്നു it should be carefully recorded and reported. റിസർച്ച് ചെയ്ത കാര്യങ്ങൾ കെയർഫുൾ ആയിട്ട് എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? റിസർച്ച് റിപ്പോർട്ടുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കണം. Then
പേഷ്യൻസ് ഈസ് റിക്വയർഡ് ഫോർ കണ്ടക്ടിങ് റിസർച്ച്. ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ പേഷ്യൻസ്, ക്ഷമ ആവശ്യമാണ്. കാരണം ഒരു വിഷയത്തെ കുറിച്ച് നമ്മൾ ആസ്പദമായിട്ട് പഠിച്ച് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ഉള്ള ഒരു സംഭവമാണ് അല്ലെ. ഒരുപാട് ടൈം ചെലവഴിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക, പുതിയ ഇൻഫർമേഷൻസ്, നോളജ്, കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ പേഷ്യൻസ് ഈസ് റിക്വയർഡ് ഫോർ കണ്ടക്ടിങ് റിസർച്ച്. റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ പേഷ്യൻസ്, ക്ഷമ ആവശ്യമാണ്. ഇതൊക്കെയാണ് എന്ത്, റിസർച്ചിന്റെ ഫീച്ചേഴ്സ്. ഓക്കെ, താങ്ക് യു.